സുഖല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി തീ പോലും കത്തിക്കേണ്ട, ഒരു തുള്ളി എണ്ണയോ വിനാഗിരിയോ ഒന്നും ചേർക്കാത്ത ഒരു കിടിലൻ നാരങ്ങ അച്ചാറാണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണത്. 5 നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയിൽ നിന്ന് നമുക്ക് നീരെടുക്കാം. 5 നാരങ്ങയും കഴുകി തുടച്ച് വെച്ചേക്കണതാണ് കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നാരങ്ങ നീര് എടുക്കണ മുമ്പ് ഇങ്ങനെ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. അപ്പം നീര് കൂടുതൽ കിട്ടും. ഇനി 2ആയിട്ട് നമുക്ക് മുറിക്കാം. ഇതിന് എല്ലാറ്റിനും പകുതി നീരാണ് കേട്ടോ എടുക്കാൻ പോണ. ഫുള്ളായിട്ട് പിഴിഞ്ഞെടുക്കരുത്. ഇതുണ്ടല്ലേ, ഈ ഒരു പാകത്തിന് എടുക്കുക. എല്ലാറ്റിനും അതുപോലെ എടുക്കാം. 5 നാരങ്ങയുടെയും പകുതി നീരെടുത്തു. 5 നാരങ്ങയുടെ പകുതി നീരും 2 നാരങ്ങയുടെ ഫുൾ നീരുമാണ് വേണ്ടത്. ഈ അവസാനം എടുക്കണ ഈ 2 നാരങ്ങയുടെ നീര് മാത്രമേ എടുക്കുള്ളൂ. ഇതിൻ്റെ തൊലി നമ്മൾ അച്ചാറിന് എടുക്കില്ല. ഈ 2 നാരങ്ങയുടെയും കംപ്ലീറ്റ് നീരെടുത്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ നീരിന് കയ്പ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കണത്. ഇനി നമുക്കിത് 3-4 കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. എല്ലാം മുറിച്ചെടുത്തു. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കല്ലുപ്പ് ചേർക്കാം. ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതൽ ചേർത്തോളൂ കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പിട്ട് എല്ലാം മിക്സ് ചെയ്തു. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കണ നാരങ്ങ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പിട്ടുണ്ടല്ലോ, ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഒരു തുണി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് 10 ദിവസം ഇങ്ങനെ തന്നെ വെക്കും. ഈ 10 ദിവസം ഇളക്കി വേറെ എന്തെങ്കിലും ചെയ്യുക അങ്ങനത്തെ ഒരു പണിയില്ല കേട്ടോ. 10ാമത്തെ ദിവസം എടുത്തിട്ടാണ് ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പാണെങ്കിൽ അങ്ങനെ അടച്ച് വെച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് അടച്ചാൽ മതി. അടപ്പൊന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കണേ ഉള്ളൂ. ഇനി നമുക്ക് 10ാമത്തെ ദിവസം ഇത് എടുക്കാം. നാരങ്ങ അച്ചാറിന് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇന്നേക്ക് കൃത്യം 10 ദിവസമായിട്ടാണ് നമ്മൾ തുറക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മളിത് തുറക്കുക ഒന്നും ചെയ്തിട്ടില്ല. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ലോണം അലിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നാരങ്ങ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അലിഞ്ഞിരിക്കുന്നുണ്ടാവും. നമ്മൾ അച്ചാർ ഇട്ട് കഴിഞ്ഞ് കുറേ ദിവസം ആവണം ഇതുപോലെ നാരങ്ങ നമുക്ക് അലിഞ്ഞ് കിട്ടാനായിട്ട്. നമ്മൾ 10 ദിവസം വെക്കുമ്പോഴേക്കും തന്നെ അലിഞ്ഞ് നല്ല ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിതിലിപ്പോൾ 2-3 സാധനം റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നാരങ്ങ വേറെ ഒരു ബൗളിലേക്ക് മാറ്റട്ടെ. ബൗളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, വെള്ളമൊന്നും ഇല്ലാണ്ട്. മറ്റേ അച്ചാറിനെക്കാട്ടിലും ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാറിന്. നല്ല അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമാവുക അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഈ അച്ചാറിന്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, കളറിന് വേണ്ടി ചേർക്കണതാണ്. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. നാരങ്ങ റെഡിയാക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായി ഈ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ്, ഒരു വെറൈറ്റി അച്ചാറാണ്. പക്ഷെ നമുക്ക് കുറേ ഒന്നും ഉണ്ടാക്കി കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല കേട്ടോ. കുറേശ്ശെ ഉണ്ടാക്കുക. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്തുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനിപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാൽ അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കണം അങ്ങനെയൊന്നുമില്ല. ഇനി ഇതിൽ നമ്മൾ ചേർക്കാൻ പോണത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതാണ് കൂടുതൽ ടേസ്റ്റ് തരാൻ പോണത് ഈ അച്ചാറിന്. ഇതുപോലെ ഒരു അച്ച് ശർക്കര എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. ഇതിലിപ്പോൾ ഞാൻ പകുതിയെ ചേർക്കണുള്ളൂ. ചേർത്ത് മിക്സ് ചെയ്ത് ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കിയിട്ടേ ബാക്കി പകുതി ചേർക്കുള്ളൂ കേട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അച്ചാറും കൂടിയാണ്. നമ്മൾ വിനാഗിരി ആഡ് ചെയ്യുന്നില്ല, ഒരു തുള്ളി ഓയിൽ ആഡ് ചെയ്യുന്നില്ല, ഫ്ലെയിം കത്തിക്കണേ ഇല്ല. അത്ര സിമ്പിളായിട്ടും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറും കൂടിയാണ്. അപ്പം എല്ലാം മിക്സ് ചെയ്തു. മധുരം, എരിവും പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണോ നമുക്ക് നോക്കാം. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് എല്ലാം കറക്റ്റായിട്ടുണ്ട്. അതുപോലെ ശർക്കരയും പകുതി എടുത്തിട്ടുള്ളൂ, പിന്നെ ചേർത്തിട്ടില്ല.
എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒരച്ച് ഫുള്ളായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചോളൂ. അത് നിങ്ങൾ എടുക്കണ അളവനുസരിച്ച് കൂടെ കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അച്ചാർ. അടിപൊളി അച്ചാറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ തീർച്ചയായിട്ടും അറിയിക്കണം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.